അതിഗംഭീര മൂവിയാണ്. കാരണം മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത് പിന്നെ പാട്ടുകളും സീനുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഒരു കംപ്ലീറ്റ് കോമഡി എന്റർടൈനർ ആയിരിക്കുമോ. പക്ഷെ അതുകൊണ്ടായിരിക്കാം അവർ കൂടുതൽ അതിനെ പ്രൊമോട്ട് ചെയ്യാതിരുന്നത്. ഇന്നലെ ഇറങ്ങിയ ഒരു റിലീസ് സീസണിലൂടെ നമുക്ക് മനസ്സിലായി ഈ പടത്തിൽ എന്തോ ഉണ്ട്. ആ പടത്തിൽ അതിശക്തമായ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. നമ്മളിപ്പോ പറയും പൊളിറ്റിക്കൽ കാര്യങ്ങൾ അല്ലെങ്കിൽ റിലീജിയസ് കാര്യങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ, പക്ഷെ എല്ലാവരും ഒരു അടച്ച മുടിക്കുള്ളിൽ സംസാരിക്കുന്ന പല സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം വളരെ ഓപ്പൺ ആയിട്ട് വളരെ ധൈര്യത്തോടെ. കാരണം ചില സാധനങ്ങൾ എങ്ങനെയാണ് നമ്മൾ അടിക്കുമ്പോൾ മർമ്മത്തടിക്കണം എന്ന് പറയാറില്ലേ, അതുപോലെയാണ് ഈ കഥ. കോളിനെല്ലാവർക്കും ശക്തമായിക്കോളും. ഇതിനിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാവും, ഇതുണ്ടാവും. പക്ഷെ ഈ സിനിമയിലെ ഒരു വേർഡ് തന്നെ ഞാൻ കഥ എടുക്കണം. അങ്ങനെ ഒരു വിവാദങ്ങൾ എന്തായാലും അതൊക്കെ അടക്കി നിർത്താൻ ഈ നാടിന് കഴിവുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത്. കാരണം ഈ സിനിമയ്ക്ക് ഇപ്പൊ പാടിപ്പോയാൽ നമ്മൾ പറഞ്ഞു തരാം മലയാളി ഫ്രം ഇന്ത്യ, മലയാളികളെ പേരും കൂടി കളയാൻ വേണ്ടിയിട്ട് ആ പേരിട്ട്. പക്ഷെ ഒരു മലയാളി എന്ന രീതിയിൽ ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്നത് ഈ സിനിമ